ഹലോ, ഞാൻ ലിബിന്നി. അപ്പൊ ഞാനിന്ന് ആന്റണി വർഗീസ് നായകനായ ദാവീദ് എന്ന് പറഞ്ഞ പടം കണ്ടു. പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്, ഈ ബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ കൂടുതൽ കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ ബോക്സിംഗ് എന്ന് പറഞ്ഞത്. അതായത് അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാന്നുള്ളത് പടത്തിൽ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആന്റണി വർഗീസിന്റെ ആക്ഷൻ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഒരു ഇടിപ്പടം അങ്ങനെ വേണം പറയാൻ. അത് ഫുൾ ടൈം ഇടി എന്ന് പറയാനും പറ്റില്ല. കാരണം പുള്ളി ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അങ്ങനത്തെ ഒരു റോളാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞ പടം തിയേറ്ററിലേക്ക് ഇടുക്കിയിട്ടും. ഫസ്റ്റ് ഹാഫിൽ ആ ഇന്റർവെൽ പഞ്ച് ആയാലും കിടിലനായിരുന്നു. ഇന്റർവെൽ പഞ്ച് ഒക്കെ കണ്ടപ്പോൾ നമ്മള് വിചാരിക്കും ഇനി അടുത്ത ലെവല് വന്നത് പടത്തിന്റെ ഹൈ ആയിരിക്കും. അങ്ങനെ തന്നെ പടം മുമ്പിലോട്ട് പോയിട്ടുണ്ട്. അതായത് ഈ പടത്തിൽ പാട്ടുകൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ പടത്തിൽ നായികയായിട്ട് അഭിനയിക്കുന്നത് ലിജോ മോൾ ജോസാണ്. മറ്റേ മഹേഷിന്റെ പ്രതികാരത്തിലെ അല്ല മഹേഷിന്റെ പ്രതികാരല്ല, എനിക്ക് പേരെനിക്ക് ഓർമ്മയില്ല, പടം എനിക്ക് ഓർമ്മയില്ല, ഏത് പടത്തിലാ ഉള്ളതെന്ന് അറിയില്ല. ലിജോ മോൾ ജോസ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിക്കണ മറ്റേ പൊന്മാൻ അതില് നായിക ഈ നടി തന്നെയാണ്. പിന്നെ ഇവരെ കൂടാണ്ട് വിജയരാഘവൻ ഇതില് ഗംഭീരമായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ആശാൻ അങ്ങനത്തെ ഒരു ലെവല് ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തത്. ഒക്കെ രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജി കുറുപ്പ് നല്ല ഒരു വേഷം ചെയ്തിട്ടുണ്ട്. സൈജി കുറുപ്പ് ഒരു അയൽവക്കക്കാരനായിട്ട് നല്ല ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് ചെയ്തിട്ടുണ്ട്. അജു വർഗീസും പടത്തിലുണ്ട്. പിന്നെ ഒരു കൊച്ചുണ്ട്, കൊച്ചിന്റെ പേരും കേൾക്കാം, നല്ല രസമുണ്ടായിരുന്നു ആ കൊച്ചു അഭിനയിക്കുന്നതായാലും കാര്യങ്ങള്. പടം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂന്ന് വരെ നല്ല ഹൈ ലെവല്, അത് ആക്ഷൻ പടം നമ്മൾ വിചാരിക്കില്ലേ, ആ സെയിം സംഭവം ഇന്റർവ്യൂവിൽ വരെ കിട്ടി. പിന്നെ ഇന്റർവ്യൂവിൽ കഴിഞ്ഞ് പടം, അതായത് ഇന്റർവ്യൂവിൽ വരെയാണെങ്കിലും കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പല ഫീൽഡിലും ലാഗ് തോന്നിയായിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തിയേറ്റർ വാച്ചുകളായിട്ടുള്ള ഫസ്റ്റ് ഹാഫ് പടം തന്നു. പിന്നെ അതേപോലെ തന്നെ ഈ പടത്തിന്റെ ക്ലൈമാക്സ് വരുമ്പോ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റിയില്ല. അതായത് ഒരു സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു ക്ലൈമാക്സ് ആയിപ്പോയി ഈ പടത്തിന്റെ. അതായത് ഇന്ന് ഇപ്പൊ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ മറ്റേ ഫാൻ ഷോ ആയിരുന്നു, അല്ല ക്രൂ ഷോ ആയിരുന്നു. അതായത് പടത്തിന്റെ എല്ലാ ആൾക്കാരും എല്ലാവരും ആയിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടായ ഒരു പടത്തിൽ പോലും ക്ലൈമാക്സ് ആയപ്പോ തിയേറ്ററിൽ ഒന്ന് കൈയടിക്കണമോ, അതായത് ഒന്നും തിയേറ്ററിൽ നിന്ന് കിട്ടിയില്ല. കാരണം ക്ലൈമാക്സ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, അങ്ങനെയാണ് പറയാം. പിന്നെ പടത്തിന് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന്റെ സൗണ്ടും ബിജിഎം ഒക്കെ കിഡിലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ആക്ഷൻ ചെയ്യുമ്പോഴായാലും നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. അതിൽ കൂടുതൽ പടത്തിലൊന്നും പറയാനുമില്ല, ഒന്നുമില്ല. പിന്നെ ക്ലൈമാക്സ് ആണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് പോയ ഒരു സംഭവം. ക്ലൈമാക്സ് ഒഴിച്ചു നിർത്തിയ പടം ഗംഭീരാണ് എന്ന് പറയാം, ഒരു മസ്റ്റ് വാച്ച് എന്നാണ് പറയാം. എന്തായാലും തിയേറ്ററിൽ കണ്ടുപോകും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണലി എനിക്ക് ഈ പടം ഒരു വൺ ടൈം വാച്ച് മൂവി ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ആക്ഷൻ കാണാൻ വേണ്ടി വേണമെങ്കിൽ വീണ്ടും കാണാം, അങ്ങനെ ഒരു രീതിയിൽ മാത്രമേ എനിക്ക് തോന്നണുള്ളൂ. എന്തായാലും കണ്ടുപോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുക.